ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയോട് പറയാണ്, സച്ചിയേട്ടാ എന്തിനാ സച്ചിയേട്ടാ ദേവനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ആ അരുണില്ലേ, അയാൾ നല്ലവനാണെന്നേ, അയാൾ നല്ല മനുഷ്യനാ, നല്ല ക്യാരക്ടറാ. അവർ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ. അതിനെന്തിനാണ് സച്ചിയേട്ടൻ ഇങ്ങനെ എതിർപ്പ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്? എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ പിന്മാറി നിൽക്കുന്നത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കലി വരികയാണ്. രേവതി നിർത്ത്, നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട അവർ തമ്മിലുള്ള കല്യാണം, മനസ്സിലായല്ലോ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആ കല്യാണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല. എത്രയൊക്കെ പറഞ്ഞാലും നിനക്ക് ഒന്നും മനസ്സിലാവത്തില്ലല്ലേ? അവൻ ഫ്രോഡാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു. എന്നിട്ടെന്താ ഇതൊന്നും നിന്റെ ചെവിയിലേക്ക് കയറാത്തത് രേവതി എന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഒറ്റ പോക്ക. രേവതിക്ക് പിന്നീട് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. രേവതി ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും പറയാനും ഇനി പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ചന്ദ്രയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ പരക്കം പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നാലും ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ സുധിയാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ രവിയാണെങ്കിൽ ഊഞ്ഞാലിൽ ഇരുന്ന് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചന്ദ്രയാണെങ്കിൽ നാളെ എൻ്റെ പിറന്നാളാണ്, എന്നിട്ട് പോലും ഇവർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരക്ഷരം പോലും ഇവർ മിണ്ടുന്നുമില്ല. ഇവിടെ ഒരു ഒരുക്കങ്ങളും കാണുന്നില്ല. എൻ്റെ പിറന്നാൾ ആര് ഓർക്കാനല്ലേ? എന്നാലും ഇവരോട് ചുമ്മാ ഇവരുടെ മനസ്സറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചു നോക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രവിയേട്ടന് നാളെ എന്തെങ്കിലും പരിപാടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നാളെ എന്താണ് ചന്ദ്ര പരിപാടി? നാളെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ അശോകൻ്റെ വീട്ടിൽ പോകണം, ചില മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അതെല്ലാം അറ്റൻഡ് ചെയ്യണം, അത്രേ മാത്രമേ ഉള്ളൂ. വേറൊരു പരിപാടിയും ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, വേറെന്ത് പരിപാടിയുള്ളത്? വേറെ ഒരു പരിപാടിയില്ല. സുധി, നീ നാളെ ഷോറൂമിൽ പോകുന്നുണ്ടോ സുധി എന്ന് ചോദിക്കുമ്പോൾ, ഷോറൂമിൽ പോകുന്നുണ്ട്. ഞാൻ ഷോറൂമിൽ പോയില്ലെങ്കിൽ അച്ഛൻ എൻ്റെ ചെവിക്ക് പിടിക്കില്ലേ? അതുകൊണ്ട് ഞാൻ നാളെ ഷോറൂമിൽ പോകുന്നുണ്ട്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം? അല്ല, നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിക്കുക. നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകതയോ? നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ രവിയേട്ടന് ഓർമ്മയില്ലേ നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത? ഇല്ല, എനിക്ക് ഓർമ്മയില്ലല്ലോ ചന്ദ്രേ. എന്താ ചന്ദ്രേ നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത? സുധി, നിനക്കറിയാവോ നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ, ചന്ദ്രേ, നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായി ചന്ദ്രേ. എന്താ രവിയേട്ടൻ പറ, എന്താണത്? അതെ, നമ്മളന്ന് പോയ ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി അവിടെ എന്തോ കാര്യങ്ങൾ പറയാം. ഇപ്പോഴേക്കും അതൊന്നും അല്ല. അതൊന്നും അല്ലേ? അപ്പം സുധിയാണെങ്കിൽ, അമ്മേ നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണമ്മേ? എനിക്ക് മനസ്സിലായമ്മേ. അത് ശരി, അപ്പം അത് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ എന്നോട് ചോദിച്ചല്ലേ? അപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര ആകാംക്ഷയാ. ഇപ്പം തന്നെ സുധി പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭയങ്കര ആകാംക്ഷയാ. പറടാ, നീ പറ. നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത ശ്രുതി പാർലർ ഇട്ട ദിവസമല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് കലി വരികയാണ്. അവനുണ്ട്, അവനൊരു ശ്രുതിയുണ്ട്. അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? വേറെ ഒരു കാര്യം നിനക്ക് ഓർമ്മയില്ലല്ലേ? അയ്യോ അമ്മേ, എന്തിനാ അമ്മ എന്നോട് ചൂടായി കയറുന്നത്? നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത അതല്ലാതെ പിന്നെ എന്താണ്? അപ്പം നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലേ നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന്? ആർക്കും അറിയില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ, അപ്പം ശ്രുതി വീണ്ടും ആലോചിക്കണം, ദൈവം എന്തായിരിക്കും? ശ്രുതിയുടെ ബർത്ത്ഡേ 28-ാം തീയതി ആണല്ലോ, നാളെയല്ല. അത് ശരി, അപ്പം ശ്രുതിയുടെ ബർത്ത്ഡേ ഒക്കെ നിനക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം ഓർത്ത് വെച്ചിരിക്കണം. ആ പെരിങ്കള്ളിയുടെ ബർത്ത്ഡേ ഒക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അയ്യോ അമ്മേ, അത് പിന്നെ എന്താ അമ്മ ഇത്? ശ്രുതിയുടെ ബർത്ത്ഡേ അങ്ങനെ മറക്കാനായിട്ട് പറ്റുമോ? അതെൻ്റെ ഭാര്യയല്ലേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, മിണ്ടിപ്പോകരുത് നീ, അവനും അവൻ്റെ ഭാര്യയും. അപ്പോഴേക്ക് രവി, നിർത്തി ചന്ദ്രേ, എന്താണ് നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത? നീ തന്നെ പറ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓർമ്മയില്ല, നീയെങ്കിലും പറ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നിങ്ങളെ ഒന്ന് വട്ടം തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറ. ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ സമയം കളയാനോടൊന്ന് പോകാൻ നോക്കൂ ചന്ദ്ര സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സുധിയാണെങ്കിൽ, എനിക്ക് എന്തോരം വർക്കുണ്ട്, ചുമ്മാ അമ്മ ഓരോ വളിച്ച് തമാശയും കൊണ്ട് വന്നിരിക്കുക. പിന്നീട് കാണിക്കുന്നത് സച്ചി ടേബിളിൽ അവിടെ ഇരിക്കുകയാണ്. രേവതി ടേബിളൊക്കെ ഇങ്ങനെ തുടക്കുക.
ആ സമയത്ത് ശ്രീകാന്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വർഷ അടുക്കളയിൽ നിന്ന് ജ്യൂസ് അടിക്കുക. ഇത് കണ്ട ശ്രീകാന്ത് പേടിച്ചു പോയി. ശ്രീകാന്ത് ഓടി ചെന്നിട്ട് സച്ചിയേട്ടാ, ദേ ഏട്ടത്തി, ദേ അവളവിടെ ജ്യൂസ് അടിക്കുന്നു. ആര്? വർഷ. വർഷ അവിടെ ജ്യൂസ് അടിക്കുന്നു. എടാ, പപ്പായ ജ്യൂസാണ് അടിക്കുന്നത്? അല്ല, ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസാണോ? കുഴപ്പമില്ലടാ, ഓറഞ്ച് ജ്യൂസ് അവൾ കുടിക്കട്ടെ, നല്ലതാ. അവൾ കുടിച്ചെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതല്ല ഏട്ടത്തി, ചിലപ്പോൾ ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ഉള്ളിലേ അവൾ എന്തെങ്കിലും മെഡിസിൻ ചേർത്തിട്ടുണ്ടെങ്കിലോ? നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ഏട്ടത്തി. എടാ, അങ്ങനെയൊക്കെ ചേർക്കൂലടാ. നീ ചുമ്മാ അതൊന്നും പറയല്ലേ. ഇല്ല ഏട്ടത്തി, അവളുടെ മനസ്സ് ഇതുവരെ മാറിയിട്ടില്ല ഏട്ടത്തി. അതാ ഞാൻ പറയുന്നത്. അവൾ ചിലപ്പോൾ അതിലെന്തെങ്കിലും ചേർക്കും ഏട്ടത്തി, എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എൻ്റെ ദൈവമേ, എങ്കിലും ഇപ്പം എന്ത് ചെയ്യും? നമുക്ക് അവളോട് ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പാടില്ലെന്ന് പറയാനായിട്ട് പറ്റുമോ? എന്തെങ്കിലും ഒരു ഐഡിയ ഒപ്പിക്കണ്ടേ? എന്തെങ്കിലും ഐഡിയ ഒപ്പിക്കണം ഏട്ടത്തി. അല്ലെങ്കിൽ ആ ജ്യൂസ് അടിച്ച് കുടിച്ച് ദൈവമേ കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് പറ്റി കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ശ്രീകാന്ത, നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കില്ലേ മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് ഓടി ചെല്ലുക. അപ്പം നമ്മുടെ വർഷയാണെങ്കിൽ ആ ജ്യൂസ് അടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് കുടിക്കാൻ പോകുന്ന സമയത്ത് ഈ രേവതിയും സച്ചിയും ശ്രീകാന്ത് അങ്ങോട്ട് ഓടി വരിക. അപ്പോൾ രേവതി പറയണ, അയ്യോ വർഷയെ, അത് കുടിക്കല്ലേ. എന്ത് വെച്ച് ഇത് കുടിച്ചാൽ? ഇത് ഓറഞ്ച് ജ്യൂസ് അല്ലേ? അത് ഓറഞ്ച് ജ്യൂസാന്ന് മനസ്സിലായി. പക്ഷേ ഇത് നീ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതല്ലേ? അതെ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്താ. അയ്യോ, അത് ഒത്തിരി നാൾ പഴകിയ ഓറഞ്ചാണ് വർഷേ, അത് കുടിക്കരുത്. ഇതിന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ കുഴപ്പം? അല്ല, എന്നാലും ഒത്തിരി നാളായ ഓറഞ്ചാ വർഷേ, അത് കുടിച്ചാൽ കൊള്ളൂല. പിന്നെ നീ ഈ ജ്യൂസ് ഉണ്ടാക്കിയത് ഏത് വെള്ളത്തിലാണ്? തിളപ്പിച്ചാറിയ വെള്ളത്തിലാണോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലാണോ? പച്ചവെള്ളത്തിലുണ്ടാക്കിയത്. എന്താ വർഷേ ഇത്? പച്ചവെള്ളത്തിലൊക്കെ ജ്യൂസ് ഉണ്ടാക്കാൻ പാടുണ്ടോ? നിൻ്റെ വയലിലൊരു കുഞ്ഞുള്ളതല്ലേ, നീ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടേ വർഷേ? എന്താ ചേച്ചി, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കുഴപ്പമുണ്ട്, ഇത് കുടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആ ജ്യൂസ് മുഴുവനും കമത്തിക്കളയുകയാണ്. എന്തേച്ചി ഇത്? ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അതുകൊണ്ട് ചേച്ചി ഇത് കളഞ്ഞാലോ? സച്ചേട്ടാ, അവൾക്കുള്ള ജ്യൂസൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. പിന്നെ കുറച്ച് ഓറഞ്ചൊക്കെ മേടിച്ച് വെക്കണം കേട്ടോ, അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി. അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെ വർഷ നീ അങ്ങോട്ട് പോകുന്ന ശ്രീകാന്തേ, വർഷയും കൂട്ടി കൊണ്ടുപോകാൻ നോക്ക്. ഞാൻ അവൾക്ക് വേണ്ടിയുള്ള ജ്യൂസൊക്കെ, അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. അവൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാം. വാ വർഷയെ, വാ പോകാം എന്ന് പറഞ്ഞിട്ട് വർഷയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ കുറച്ച് ബീട്രൂട്ടും ABC ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ, എൻ്റെ രേവതി, നിൻ്റെ ഐഡിയ ഫലിച്ചോട്ടോ, നീ ഇത്രയ്ക്ക് ബുദ്ധിശാലിയായിരുന്നോ? പിന്നെ അല്ലാതെ, അവളെ കൊണ്ട് ആ ജ്യൂസ് കുടിപ്പിക്കാതിരിക്കണ്ടേ, അതിനെന്തേലും ചെയ്യണ്ടേ? എന്നാലും ഇത്രയ്ക്ക് വലിയ ബുദ്ധിയൊക്കെ പ്രയോഗിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും കൊള്ളാം, നിൻ്റെ ബുദ്ധി അപാരം തന്നെ രേവതിയേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇപ്പോഴെങ്കിലും സച്ചിയേട്ടന് മനസ്സിലായല്ലോ. എന്നിട്ടല്ലേ സച്ചിയേട്ടൻ എന്നോട് ഓരോന്ന് കയർത്ത് സംസാരിക്കുന്നത്. അയ്യോ രേവതി, അതൊക്കെ നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ, നീ അങ്ങനെയൊന്നും കിടന്ന് പെരുമാറല്ലേ. ഇനി സച്ചിയേട്ടൻ ഇതിൻ്റെ പേരിൽ കുടിക്കാനൊന്നും പോകണ്ട. അയ്യോ ഇല്ല രേവതി, ഞാനേ കുടിക്കേയില്ല, നീ പറയുന്നത് അനുസരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വരിക. ചന്ദ്രയാണെങ്കിൽ ആകെ കലിപ്പിലിരിക്കുക. കാരണം ചന്ദ്രയുടെ ബർത്ത്ഡേ ആർക്കും അറിയാൻ പാടാത്തൊരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലിയും വരിക. രേവതി, എടി രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്? ഒരു ഗ്ലാസ് ചായ പോലും എടുത്ത് തരില്ല അവള്. ഇത് എവിടെ പോയി കിടക്കുകയാണ്? അപ്പോൾ സുധിയാണെങ്കിലും അതെ അമ്മേ, ചായ പോലും തരില്ല. അപ്പോൾ രവി ഇറങ്ങി വരികയാണ്. അപ്പോൾ രവി പറയാ, ചന്ദ്രേ, രേവതി ഇവിടെ ഇല്ല. അവളെ എവിടെ പോയി? അവളെ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും, എനിക്ക് മനസ്സിലായി. അവൾക്ക് പിന്നെ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ടല്ലോ, കറങ്ങി അങ്ങോട്ട് നടന്നാൽ മതിയല്ലോ. എൻ്റെ പൊന്നു ചന്ദ്രേ, സച്ചിയായിട്ട് രാവിലെ എങ്ങോട്ടോ പോയതാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടിയാണ് കറങ്ങാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും പറഞ്ഞും കഴിഞ്ഞാലോ ഭർത്താവ് എൻ്റെ തലയെടുക്കാൻ വേണ്ടി വരും. ഇവരോടൊക്കെ എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? അതുമില്ല. അപ്പോൾ സുധിയാണെങ്കിൽ, അതെ അമ്മേ, അവരുണ്ടൊരു വരട്ടെ, നല്ലത് കൊടുക്കണം. എടാ, നിന്നോട് അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ, പോടാ, നീ എന്തിനാണ് അഭിപ്രായം പറയാൻ നിൽക്കുന്നത്? അവൻ അഭിപ്രായം പറയാൻ വേണ്ടി വന്നിരിക്കുക. അവനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ വല്ലതും പറഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദാ വരുന്നടാ രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി വരികയാണ്. അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലി വരികയാണ്. എവിടെയാണ് നീ കറങ്ങാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ രവി പറയാ, ചന്ദ്രയെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ചന്ദ്രയെ, അവർ അമ്പലത്തിൽ പോയിട്ട് വന്നാന്ന്, പിന്നെ എന്തിനാ ചന്ദ്രയെ ചോദിക്കുന്നത്? അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴേക്ക് രണ്ടുപേരും കൂടി പിറന്നാൾ ആശംസകൾ അമ്മേ എന്ന് പറയുക. ഇത് കേട്ടതും ചന്ദ്ര ഞെട്ടിപ്പോവാണ്.
അപ്പോൾ സുധിയാണേലേ എൻ്റെ ദൈവമേ അമ്മയുടെ പിറന്നാളായിരുന്നു അമ്മേ, ഇന്ന് അമ്മയുടെ പിറന്നാളായിരുന്നു അമ്മേ എന്ന് ചോദിക്കണം. നീ ഒന്ന് പോടാ. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, അല്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ പിറന്നാൾ? പിന്നെ അമ്മയുടെ പിറന്നാൾ ഞങ്ങൾക്ക് മറക്കാനായിട്ട് പറ്റുമോ? അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദം എടുത്ത് കൊടുക്കുക. ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി വഴിപാടുകളെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രയുടെ നെറ്റിയിൽ സച്ചി ഒരു ചന്ദനക്കുറിയും തൊട്ട് കൊടുക്കുക. അപ്പോൾ ചന്ദ്രയുടെ കണ്ണുകളൊക്കെ നിറയുക. ഏതായാലും അമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും രേവതിയും കൂടി രാവിലെ അമ്പലത്തിൽ പോയി വഴിപാടുകളെല്ലാം കഴിച്ചിട്ട് വന്നു. അപ്പോൾ സുധി, അയ്യോ അമ്മേ, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ അമ്മേ. അയ്യോ എനിക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഓർത്തില്ല അമ്മേ. ഓ, നിനക്ക് നിൻ്റെ ആ കള്ളിയായ ഭാര്യയുടെ ബർത്ത്ഡേ കാര്യം ഓർമ്മയുണ്ടല്ലോടാ, അപ്പോൾ സ്വന്തം പെറ്റമ്മയുടെ ബർത്ത്ഡേ നിനക്ക് ഓർമ്മയില്ലല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ അത് പിന്നെ അവളെൻ്റെ ഭാര്യയല്ലേ അമ്മേ, അപ്പോൾ ഞാനാരാടാ, നിൻ്റെ പെറ്റമ്മയല്ലേ. എന്നിട്ട് അതുപോലും ചിന്തിക്കാതെ അവൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ഒക്കെ നിനക്ക് ആലോചിക്കാറുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ചന്ദ്ര നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രവിയോട് ചോദിക്കുകയാണ്, സുധിയുടെ കാര്യം പോട്ടെ, പക്ഷേ രവിയേട്ടൻ എൻ്റെ ബർത്ത്ഡേ മറന്നു പോയല്ലോ, രവിയേട്ടൻ്റെ മനസ്സിലപ്പം ഞാനില്ലല്ലേ രവിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, ചന്ദ്രേ നീ എന്തേ പറയുന്നത്? അങ്ങനെ എൻ്റെ ഭാര്യ എൻ്റെ മനസ്സിൽ നിന്നില്ലാവുന്ന ആ നിമിഷം ഈ രവിയും ഇല്ലാതെ ആകും, മനസ്സിലായോ? നിൻ്റെ ബർത്ത്ഡേ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. എന്നോട് പറഞ്ഞിട്ടാ ഇവർ അമ്പലത്തിലേക്ക് പോയത്. ഇത് ഞങ്ങൾ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി, കേട്ടോ. അല്ലാതെ നിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് മറക്കാനായിട്ട് പറ്റുമോ? ഇത് കേട്ടാ സച്ചിയും രേവതി ഇരുന്നിങ്ങനെ ചിരിക്കുകയാണ്. ആണോ രവിയേട്ടാ, അപ്പോൾ രവിയേട്ടന് ഓർമ്മയുണ്ടായിരുന്നല്ലേ? പിന്നെ എനിക്ക് ഓർമ്മയില്ലാതിരിക്കുമോ ചന്ദ്രേ? നീ എൻ്റെ ജീവനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിൻ രേവതിയാണെങ്കിൽ, അതെ ഇനി അധികം താമസിക്കാനില്ല, ഞങ്ങൾക്ക് കുറേ പ്ലാനുകളുണ്ട്, ഈ ബർത്ത്ഡേ അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ രവി പറയാണ്, ചന്ദ്രേ നീ എപ്പോഴും എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്താറുണ്ട് സച്ചിയെയും രേവതിയെയും ഒക്കെ. അപ്പോൾ പറയും രവിയേട്ടൻ എല്ലാ കാര്യത്തിലും അവരെ സപ്പോർട്ട് ചെയ്യുകയല്ലേ എന്ന്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യണേന്ന്? ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ഇതുകൊണ്ട് തന്നെയാണ് നിന്നെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ചന്ദ്രേ. ചിലവരൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല, അവരുടെ മനസ്സിൽ മുഴുവനും സ്നേഹമായിരിക്കും ചന്ദ്രേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയോട് പറഞ്ഞപ്പോൾ ചന്ദ്രയുടെ കണ്ണുകളൊക്കെ നിറയുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് വന്നിട്ട്, വർഷേ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുക. എന്താ എനിക്ക് ഫോണും നോക്കാൻ പാടില്ലേ? അതല്ല വർഷേ, ഇന്നേ അമ്മയുടെ പിറന്നാളാണ്, അത് നമുക്ക് ആഘോഷിക്കണ്ടേ, എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ അത് സച്ചിൻ രേവതി വരുന്നു. അതൊക്കെ ശ്രീകാന്തിന് ഇഷ്ടമുള്ള മേടിച്ചു കൊടുത്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതേ ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ, ഞങ്ങളിവിടെ വലിയൊരു പ്ലാൻ തന്നെ ചെയ്തിട്ടുണ്ട്, സദ്യകളും കാര്യങ്ങളും ഡെക്കറേഷനുകളും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ചന്ദ്ര. ഇതെല്ലാം കേട്ട ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, ഫുഡിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തോളാം. അയ്യടാ അതെന്തിനാ ഓർഡർ ചെയ്തത്? അതൊക്കെ ഞങ്ങൾ എപ്പോഴേ ഓർഡർ ചെയ്തെന്നറിയാമോ? എന്ത് സച്ചിയേട്ടാ? അതെ ഞാനും അമ്മയുടെ മകൻ തന്നെയാണ്. എനിക്കറിയാടാ, അമ്മയ്ക്ക് അങ്ങനെ 2 മക്കളേ ഉള്ളൂ, അത് നീയും സുധിയുമാണ്. എന്നെ അമ്മ മകനായിട്ടൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല, എന്നെ കാണുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവരെന്നെ മകനായിട്ട് കണ്ടില്ലെങ്കിലും അവരെനിക്ക് എൻ്റെ പെറ്റമ്മ തന്നെയാണ്, എൻ്റെ സ്വന്തം അമ്മ. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞത്. എൻ്റെ ആഗ്രഹങ്ങൾ പോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും എന്ന് സച്ചി പറയാ. സച്ചിയുടെ ആ മനസ്സ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ഷോക്കാവുകയാണ്. അപ്പോൾ രേവതി ചെന്ന് പറയാണ്, സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടാ ഇത്, നമുക്ക് ഇനി ആഘോഷങ്ങളൊക്കെ ചെയ്യാനുള്ളതാ, അതിന് സച്ചിൻ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ട്, വാ 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 എന്നിട്ട് പെട്ടെന്ന് എല്ലാം റെഡിയാക്കാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ പോകുമ്പോൾ ചന്ദ്ര മറഞ്ഞു നിൽക്കുക. അപ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലാകുകയാണ് സച്ചിയുടെയും രേവതിയുടെയും മനസ്സിൽ എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.